തൃശൂരിൽ കലക്കുമ്പോൾ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം മുറുകുകയാണ്. കണ്ണൂരാണ് 509 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ളത്. തൃശൂരും കോഴിക്കോടും 501 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. വിവിധ വേദികളിലായി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ಕಸ್ತೂರಿ ತಿಲಕ ಮುದಿತರುಗ ತಿಲಕ ಮುದಿತರುಗ ಕಸ್ತೂರಿ ತಿಲಕ ಮುದಿತರುಗ. അക്ഷയ കൃഷ്ണാനന്ദ കലാനഗരിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അക്ഷയ, ഉച്ചച്ചൂടിനെ പോലും വകവയ്ക്കാതെ ആളുകൾ പൂരനഗരിയിലേക്ക്, കലാനഗരിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഇപ്പോൾ പ്രധാന വേദികളിലൊക്കെ ഏതൊക്കെ മത്സരങ്ങളാണ് പുരോഗമിക്കുന്നത്? ദിവ്യ, പ്രധാന വേദിയായ സൂര്യകാന്തിയിൽ ഇപ്പോൾ നടക്കുന്ന മത്സരം കുച്ചിപ്പുടിയാണ്. ഹയർ സെക്കൻഡറി പെൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരമാണ് ഇപ്പോൾ സൂര്യകാന്തിയിൽ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം അവിടെ തിരുവാതിരക്കളി മത്സരമായിരിക്കും നടക്കുക. വേദി 2-ൽ ഇപ്പോൾ നടക്കുന്നത് പരിചമുട്ടാണ്. ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ പരിചമുട്ട് മത്സരമാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളുടെ വൃന്ദവാദ്യ മത്സരം രണ്ടാം വേദിയിൽ അരങ്ങേറും. ഇപ്പോൾ ഞാനുള്ളത് വേദി 3-ലാണ്. ഇവിടെ മലപ്പുലയാട്ടം എന്ന ഗോത്ര കലാരൂപത്തിന്റെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ് സ്വർണ്ണക്കപ്പ് ആര് നേടുമെന്നുള്ളത്. ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കാൻ കണ്ണൂർ തയ്യാറായിട്ടില്ല. കണ്ണൂർ അവരുടെ ലീഡ് ഉയർത്തുക തന്നെയാണ്, ആ ലീഡ് നിലനിർത്തുക തന്നെയാണ് കണ്ണൂർ ചെയ്യുന്നത്. രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ തൃശ്ശൂരും കോഴിക്കോടും നിൽക്കുന്നത്. നേരത്തെ ഇന്ന് രാവിലെയൊക്കെ നോക്കുന്ന സമയത്ത് കോഴിക്കോടിനായിരുന്നു ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത്. അവിടെ നിന്നാണ് കണ്ണൂർ കുതിച്ചുചാട്ടം നടത്തി ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത്. രണ്ടാം സ്ഥാനത്താണ് നിലവിലെ ആതിഥേയരായിട്ടുള്ള തൃശ്ശൂരും അതുപോലെ തന്നെ സർവാധിപത്യം എല്ലാ കാലത്തും കാത്തു സൂക്ഷിച്ച കോഴിക്കോടും നിലനിൽക്കുന്നത്. ആര് സ്വർണ്ണക്കപ്പ് ഉയർത്തും എന്നുള്ള കാര്യത്തിൽ ഇന്നു മുതൽ നമുക്ക് സംശയം ഉന്നയിച്ചു തുടങ്ങാം. കാരണം ഇന്ന് 3-ാം നാളായിരിക്കുന്നു. ഇനി 2 നാൾ കൂടെ മാത്രമേ മത്സരമുള്ളൂ. ഇന്ന് എല്ലാ തരത്തിലുള്ള മത്സരങ്ങളുണ്ട്. തിരുവാതിരക്കളിയുണ്ട്, പരിചമുട്ട് കളിയുണ്ട്, കോൽക്കളിയുണ്ട്, വൃന്ദവാദ്യമുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് തലത്തിലുള്ള മത്സരങ്ങളെല്ലാം തന്നെ ഇന്നാണ് നടക്കുന്നത്. നാളത്തെ ഹയർ സെക്കൻഡറി വിഭാഗം നാടകത്തോടുകൂടി ആ ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം തന്നെ ഏതാണ്ട് സമാപിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഗ്രൂപ്പ് മത്സരങ്ങളാവുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഇത്ര പോയിന്റുകളുമായി പോയിന്റ് കൂട്ടുന്ന ഒരു ഇനം എന്ന് പറയുന്നത് ഗ്രൂപ്പ് മത്സരങ്ങളാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് മത്സരങ്ങൾ കൂടുതൽ വാരുന്നതാരാണോ അവരായിരിക്കും കപ്പ് ഉയർത്തുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിൽ ആരാണ് കപ്പ് ഉയർത്തുക എന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. കാരണം നേരിയ പോയിന്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് രണ്ടാം സ്ഥാനത്ത് അവർ നിൽക്കുന്നത് എന്ന് പറയുന്നത്. മത്സരങ്ങൾ അരങ്ങ് തകർക്കുകയാണ്. നമുക്ക് ഇനി പോയിന്റ് ടേബിൾ ഒന്ന് നോക്കാം. 514 പോയിന്റുമായി കണ്ണൂരാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. 506 പോയിന്റുമായി കോഴിക്കോടും തൃശ്ശൂരും രണ്ടാം സ്ഥാനത്ത്. 498 പോയിന്റുമായി പാലക്കാട് 4-ാം സ്ഥാനത്താണ്. 486 പോയിന്റുമായി കൊല്ലം 5-ാം സ്ഥാനത്തും. 484 പോയിന്റുമായി എറണാകുളം 6-ാം സ്ഥാനത്തും.